അപ്പം നാളത്തെ എക്സാമിന് വേണ്ടി നമ്മൾ 4ാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇത് പഠിക്കാൻ നിങ്ങൾ നാളെ എക്സാമിന് പോകരുത് കേട്ടോ. എന്താണ് പ്രധാന അക്ഷാംശ രേഖകൾ. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് ഫില്ല് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചുക്കണം. അതിന് മുമ്പ് നമുക്ക് എന്താണ് അക്ഷാംശ രേഖ എന്ന് നോക്കാം. ഇതിലിപ്പോൾ ഈ ഗ്ലോബ് കാണുന്ന ഇങ്ങനെയുള്ള ഹൊറിസോണ്ടലായ അല്ലേ വരകളെയാണ് നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് പറഞ്ഞത്. അതുപോലെ അതെന്താണെന്ന് നമുക്ക് മുൻഭാഗത്തു നിന്ന് നോക്കിയിട്ട് വരാം. എന്താണ് അക്ഷാംശ രേഖാംശ രേഖകൾ എന്ന് പഠിച്ചിട്ട് പോയവരെ ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്ത് അക്ഷാംശ രേഖകൾ. അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം, ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. കണ്ടോ? അങ്ങനെ. ഇനി പ്രധാന അക്ഷാംശ രേഖകളെ നമ്മൾ നോക്കാം. അപ്പോൾ ആദ്യം കണ്ട 0 ഡിഗ്രി അല്ലേ, 0 ഡിഗ്രി. അതിന് നമ്മളൊരു പേര് പഠിക്കും, എന്താണ് 0 ഡിഗ്രി ഭൂമധ്യരേഖ. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പ് 2 ഹെമിസ്ഫിയർ അല്ലേ, ഇത് ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള ഉത്തര അക്ഷാംശം, തെക്ക് ഭാഗത്തുള്ള എന്താണ് ദക്ഷിണ അർദ്ധഗോളം, ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും. അപ്പം അതിന് 2 അർദ്ധഗോളത്തിലും ഒരേ ഡിഗ്രി അളവാണ്. എത്ര? 23.5 ഡിഗ്രി വടക്ക് അല്ലേ. അതിൻ്റെ പേരെന്താ? ഉത്തരായന രേഖ അല്ലേ. അപ്പോൾ ഉത്തര അർദ്ധഗോളത്തിലുള്ള ഉത്തരായന രേഖ. ഇവിടെയാണെങ്കിലോ ആ പേര് പഠിക്കാൻ സുഖമാണ്. എന്താണ്? ദക്ഷിണ അർദ്ധഗോളത്തിലായതുകൊണ്ട് തെക്ക് വശത്തായതുകൊണ്ട് ദക്ഷിണായന. ഇത് നമ്മൾ ഉത്തരായന രേഖ, ഉത്തരാർദ്ധഗോളം, ഇത് ദക്ഷിണാർദ്ധഗോളം അല്ലേ പറഞ്ഞത്. അപ്പോൾ ദക്ഷിണായന രേഖ. രണ്ടിനും 23.5 ഡിഗ്രിയാണ്, പക്ഷേ തെക്ക് വടക്ക് എന്നുള്ളത്. പിന്നെ 1 ഡിഗ്രി രണ്ടിടത്തും സെയിമാണ്. 66.5 ഡിഗ്രി വടക്ക്, 66.5 ഡിഗ്രി തെക്ക്. 66 ഡിഗ്രി വടക്കിൻ്റെ പേരെന്താ? ആർട്ടിക് വൃത്തം. 66 തെക്കിൻ്റെ പേരെന്താ? അന്റാർട്ടിക് വൃത്തം അല്ലേ. പിന്നെ 2 കൂടി ഉണ്ട്. ഒന്ന് 90 ഡിഗ്രി വടക്ക്, അതിന് നമ്മളെന്ത് പറയും? ഉത്തര ധ്രുവം എന്ന് പറയും. 90 ഡിഗ്രി തെക്ക്, അതിന് നമ്മളെന്ത് പറയും? ദക്ഷിണ ധ്രുവം. ഓക്കെ, ഇനി ഇതൊന്ന് ഫില്ല് ചെയ്തോളൂ. എന്താണ് പ്രധാന അക്ഷാംശ രേഖകൾ? ഇവിടെ ഡിഗ്രി അളവാണ്. 0 ഡിഗ്രി ഭൂമധ്യരേഖ. പിന്നെ ഒരു കാര്യം കൂടി, ഇതാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതെന്ന് വെച്ചാൽ എന്താണ്? 0 ഡിഗ്രിയാണ് കേട്ടോ, ഭൂമധ്യരേഖയാണ്. ഇനി ഉത്തരായന രേഖ, അതിൻ്റെ ഇവിടെ ഡിഗ്രി അളവ് എന്താ ചെയ്താൽ ഉത്തരത്തിലുള്ളതാകുമ്പോൾ 23.5 ഡിഗ്രി വടക്ക്. ഇവിടെയാണെങ്കിലോ ഇതെന്താ? 23.5 ഡിഗ്രി തെക്കിൻ്റെ പേരെന്തായിരുന്നു? 23.5 ഡിഗ്രി തെക്കിൻ്റെ പേര് ദക്ഷിണായന രേഖ. ഇനി ആർട്ടിക് വൃത്തം കൊടുത്തിട്ടുണ്ട് അല്ലേ. എവിടെയാണ്? എത്രയാണ്? 66 ഡിഗ്രി വടക്ക്. പിന്നെ താഴെ ഇവിടെ അന്റാർട്ടിക് വൃത്തം കൊടുത്തിട്ടുണ്ട്, 66 ഡിഗ്രി തെക്ക്. അപ്പോൾ കഴിഞ്ഞില്ലേ? പിന്നെ 90 ഡിഗ്രി തെക്ക് ഉത്തര ധ്രുവം, 90 ഡിഗ്രി വടക്ക് ദക്ഷിണ ധ്രുവം. അത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ബോക്സിൽ തന്നില്ല. പിന്നെ ഇതിൻ്റെ ഈ ചെരിവ് ഡിഗ്രി അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. 23.5 ഡിഗ്രിയാണ് ഇതിൻ്റെ ഈ ചെരിവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതോടുകൂടി ഒന്നും കൂടി നോക്കിക്കോളൂ. രേഖാംശ രേഖ അല്ലേ. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ്. ഓക്കെ, ഇത് എന്താ? 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും. അവിടെ കൂടെ ഒരു ലൈൻ വരുന്നുണ്ടില്ല, അതിന് പറഞ്ഞ പേരാണെന്ത്? രേഖാംശ രേഖ. ഓക്കെ, ഇതാണ് രേഖാംശ രേഖകൾ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ഓക്കെ.